എല്ലാവർക്കും നമസ്കാരം. വളരെ ദൈർഘ്യമേറിയ എന്നാൽ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഇതിഹാസ കഥനത്തിന്റെ രീതിയിലും ദൈർഘ്യമേറിയ പ്രഭാഷണം കഴിഞ്ഞിരിക്കുകയാണ്. വസന്ത മാഷയുടെ പ്രഭാഷണം കഴിഞ്ഞു. അപ്പൻ തമ്പുരാൻ, കേരളം, വിജയമാഷ്, കാളിദാസൻ, കുറച്ചുകൂടി വലിയ ഒരു ഭൂമിക. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശ്വസാഹിത്യത്തിന്റെ കുറച്ചുകൂടി വിശാലമായ ഒരു ഭൂമികയെ പറ്റിയാണ്. സാഹിത്യം എക്കാലവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ്. കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും. കഥകളെ എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഒരു കൃതി ഒരു കാലഘട്ടത്തെ അതിജീവിച്ച് ഒരു ക്ലാസിക്കായി തീരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ പല പല പഠനങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. ഈ സാഹചര്യത്തിൽ അത്തരം ക്ലാസിക്കുകളായി തീർന്ന ചില കൃതികളെ പറ്റിയുള്ള ഒരു അവലോകനമാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നോവൽ എന്ന കലാരൂപം എങ്ങനെയാണ് ഒരു മോഡേൺ എപ്പിക്, ആധുനിക ഇതിഹാസമായിട്ട് മാറുന്നത്. രണ്ട്, 1605 ഒന്നാം ഭാഗമായി പ്രസിദ്ധീകരിച്ച 1615 അതിന്റെ രണ്ടാം ഭാഗം കൂടി വരുന്നു. സെർവാന്റസിന്റെ വിഖ്യാതമായ സ്പാനിഷ് നോവൽ ഡോൺ കിക്സോട്ട്, ഏറ്റവും പുതിയ ഉത്തരാധുനിക നോവൽ എങ്ങനെയായി എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ ആലോചനയാണ് ഞാനിവിടെ നടത്തുന്നത്. എല്ലാവർക്കും ആത്മാവിൽ പ്രകാശം പരത്തുന്ന പുസ്തകങ്ങളിലേക്ക് സ്വാഗതം. തന്റെ ഭാവനാത്മകമായ ഭ്രമാത്മകമായ സഞ്ചാരങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന ഡോൺ കിക്സോട്ട് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഭ്രാന്തൊക്കെ മാറിയിരിക്കുന്നു. എനിക്കിപ്പോൾ വിവേചനത്തോടു കൂടി കാര്യങ്ങളെ നോക്കാനായിട്ട് പറ്റും. ഇത്രയും നാൾ ഞാൻ വായിച്ച പുസ്തകങ്ങൾ ക്ഷുദ്രങ്ങളായിരുന്നു. അജ്ഞതയുടെ മേഖലയിലേക്കാണ് അവയെന്നെ എല്ലാം നയിച്ചത്. അതിന്റെ സ്വാധീനത്തിൽപ്പെട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. പക്ഷെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ആത്മാവിൽ പ്രകാശം പരത്തുന്ന പുസ്തകങ്ങൾ വായിച്ച് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഈ കാലഘട്ടം എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം മരണത്തിലേക്ക് നീങ്ങുന്നത്. സാഹിത്യത്തെയും വായനയെ സംബന്ധിച്ച എക്കാലത്തെയും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഡോൺ കിക്സോട്ടിലൂടെ സെർവാന്റസ് പറയുന്നത്. എന്തായിരിക്കണം ഒരു പുസ്തകത്തിന്റെ രചന, എങ്ങനെയായിരിക്കണം അതിന്റെ വായന, ഏതെല്ലാം ഘട്ടത്തിൽ ഏതെല്ലാം രീതിയിലായിരിക്കണം അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഡോൺ കിക്സോട്ടിന് സംഭവിച്ചിട്ടുള്ള ആ ഒരു വിഷമം ആധുനിക ലോകത്ത് നമ്മൾക്ക് സംഭവിക്കേണ്ടുന്ന ആ ഒരു കാര്യമല്ല. കാരണം നമ്മൾക്ക് മുമ്പിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്, വായിക്കാനുള്ള സമയവും വായിക്കാനുള്ള സമയവും കൂടുതലായിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓ, ശരി ശരി ശരി. അങ്ങനെ വായനയുടെ ഭ്രമാത്മകമായ ഒരു ലോകം, എങ്ങനെയാണ് പുസ്തകം വായിക്കുക എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി അതിനകത്ത് വരുന്നുണ്ട്. ആ ചോദ്യം കൂടി ഉൾപ്പെടുമ്പോഴാണ് പൂർണ്ണമായിട്ടും വായന എന്ന പ്രക്രിയ പൂർണ്ണമാകുന്നത്. എന്തുകൊണ്ടാണ് നോവലിനെ ആധുനിക കാലഘട്ടത്തിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്? ഗുണപരമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കഥ പറയുന്ന രീതിയിലുണ്ട്. ഇതിഹാസങ്ങളെ പറ്റി നമുക്കറിയാം. ഒരു ഇതിഹാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൃതിയുടെ ആവിഷ്കാരം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇതിഹാസങ്ങളിൽ കഥകൾ പറയുന്നത് എങ്ങനെയാണ്, രാമായണത്തിന്റെ അവതരണ രീതി എങ്ങനെയാണ്, മഹാഭാരതത്തിന്റെ അവതരണ രീതി എങ്ങനെയാണ്, അതുപോലെ ഹോമറിന്റെ വിഖ്യാതമായ ഇലിയഡ്, ഒഡീസി തുടങ്ങിയ കാവ്യങ്ങളും വെർജിലിന്റെ ഈലിയഡും ഇതൊക്കെ ഇതിഹാസ കാവ്യങ്ങളാണ്, ഇതിഹാസ കവനങ്ങളാണ്. ഇതെല്ലാം കാവ്യങ്ങളാണ്. ഈ കാവ്യങ്ങളെല്ലാം ദൈർഘ്യമേറിയ ആഖ്യാന രൂപങ്ങളാണ്. ഗ്രാൻഡ് നരേറ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത് വളരെ എലീറ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. അതിന് പറ്റിയൊരു ആഖ്യാന രൂപങ്ങളുമാണ്. ഈ ആഖ്യാന രൂപത്തിന്റെ കാവ്യാത്മകമായ ഒരു ഘടനയാണ് പുരാതനമായിട്ടുള്ള ഇതിഹാസങ്ങൾക്കുള്ളത് എങ്കിൽ നോവൽ എന്ന ആധുനിക ഇതിഹാസം ഈ കഥ വളർത്തലിന്റെ രീതിയെ ആകപ്പാടെ മാറ്റിമറിക്കുന്നു. ഇതിഹാസത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഒരു നായകൻ, ധീരോദാത്തൻ, അതിപ്രതാപവാനായിട്ടുള്ള ഒരു നായകൻ, ആ നായകന് സംഭവിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ, അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ രാജ്യത്തലവനായിരിക്കാം, രാജകുമാരനായിരിക്കാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അതെങ്ങനെയാണ് ആ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രത്തെ ബാധിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്.
അതുപോലെ അത്ഭുത പ്രവർത്തികളാണ്. പിൽക്കാലം നമ്മൾ മാജിക്കൽ റിയലിസം എന്ന രീതിയിലേക്ക് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഭാരതീയമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് പരിചയമായതുകൊണ്ട് മാർക്വേസിന്റെ നോവലുകളിലെ ഇത്തരം മാജിക്കൽ റിയലിസം നമുക്ക് അത്ര വലിയ ഒരു താല്പര്യമാണെങ്കിൽ കൂടി കാര്യം അതിൽ വലുത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ദൈവങ്ങളുടെ ഇടപെടൽ കഥാപാത്രങ്ങൾ പ്രത്യേകമായിട്ട് വരുന്നുണ്ട്. ഏതൊരു ഇതിഹാസത്തിൽ മനുഷ്യരുടെ ലോകവുമായിട്ട് ഇടപഴകുന്നതാണ് ദൈവങ്ങളുടെ ലോകം. ഇപ്പൊ തന്നെ നേരത്തെ വിജയമാഷ് സൂചിപ്പിച്ചിട്ടുണ്ട് തന്നെ വിക്രമ ഉർവശത്തിൽ കഥ നടക്കുന്നത് ഭൂമിയിലും സ്വർഗത്തുമായിട്ടാണ്. രണ്ട് ലോകത്തിലായിട്ടാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആധുനിക ലോകത്തിന്റെ രീതിയിലേക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ആധുനിക നോവലിന്റെ സമ്പ്രദായത്തിലേക്ക് പറയുമ്പോൾ അതിനെ ഒരു ഹൈപ്പർ റിയാലിറ്റി അല്ലെങ്കിൽ സിമുലേഷൻ തുടങ്ങിയ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അത് യഥാർത്ഥ ലോകം ഏതാണ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ലോകം ഏതാണ്, അങ്ങനെയുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളിലേക്ക് യാഥാർത്ഥ്യം ഏത്, അതിയാഥാർത്ഥ്യം അല്ലെങ്കിൽ അതീത യാഥാർത്ഥ്യം ഏത് എന്നുള്ള സങ്കല്പങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് പുതിയ നോവലിൽ അതിന്റെ ആഖ്യാന രൂപങ്ങൾ വളരെ പ്രകടമായിട്ട് വരുന്നു. മാത്രമല്ല അതിന്റെ കഥാപാത്രങ്ങൾ ദേശത്തെയും കാലത്തെയും സൃഷ്ടിക്കുന്നതാണ്. ഇതിഹാസങ്ങളിലൂടെ ദേശകാലത്തിന്റെ ഒരു സൃഷ്ടി അതിന്റെ കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ കാവ്യം എഴുതുന്ന കാവ്യരചയിതാക്കൾ നടത്തുന്നുണ്ട്. പക്ഷേ 17-ാം നൂറ്റാണ്ട് മുതൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഡോൺ കിക്സോട്ടിന്റെ ഒരു കാലഘട്ടം വരുന്നത് 1605 സെർവാന്റസ് 1-ാം വോള്യമായിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നത്. ആ കാലഘട്ടം മുതൽ ആ പുതിയ നോവൽ എന്നൊരു രൂപം വരുന്നുണ്ട്. അത് പുതിയ നോവൽ ഒരു പുതിയ രൂപത്തിലാണ്, ഒരു പുതിയ ഭാവത്തിലാണ്, ഒരു പുതിയ കഥാപാത്ര രീതിയിലാണ്, ഒരു പുതിയ ആവിഷ്കാര രീതിയിലും കൂടെയാണ് നോവൽ എന്ന് പറയുന്ന ആ ഒരു പുതിയ കഥാരൂപം നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമകാലികമായിട്ടുള്ള ഒരു കഥ പറച്ചിൽ രീതി. ഇതിഹാസത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇതിഹാസത്തിന്റെ കഥ പറച്ചിൽ രീതിയിൽ നിന്ന് സമകാലികമായ കഥ പറച്ചിൽ രീതിയുടെയും ആ രണ്ടിന്റെയും എങ്ങനെ പറയുന്നു എന്ന് തമ്മിലുള്ള ഒരു വലിയ ടൈം ഗ്യാപ്പിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലേക്കാണ് നോവൽ ആധുനിക കാലഘട്ടത്തിന്റെ ഒരു ഇതിഹാസമായിട്ട് മാറുന്നത്. ഇനി വിശാലമായ ഒരു ഭൂമികയെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു വലിയ പ്രമേയങ്ങളാണ്, ഗ്രാൻഡ് തീംസ് ആണ്, ഗ്രാൻഡ് നരേറ്റീവ്സ് ആണ് പുതിയ ആഖ്യാന രൂപങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഇവയൊക്കെ സംസ്കാരത്തിന്റെ ആധാരശിലകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഈ ആധുനിക നോവൽ യാഥാർത്ഥ്യത്തിൽ കാലുറപ്പിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിഹാസത്തിൽ യാഥാർത്ഥ്യമില്ല എന്ന അർത്ഥത്തിലല്ല, കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ പ്രധാന കഥാപാത്രമാവുകയും ദൈവങ്ങളെയും പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ പ്രതിഷ്ഠിച്ച ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയും ഒക്കെ വിശാലമായ ഒരു ക്യാൻവാസിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ആവിഷ്കാരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് നവ്യമായ ഒരു അനുഭൂതിയാകുകയും ആ കലാരൂപത്തിന് ജനകീയമായ സ്വീകാര്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഡോൺ കിക്സോട്ടിന്റെ കാര്യം സൂചിപ്പിച്ചു. അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് പറയാമെന്ന് ഞാൻ കരുതുന്നു. ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് എന്ന നോവൽ ഇതിഹാസമാനങ്ങളുള്ള ഒരു നോവലാണ്. നെപ്പോളിയന്റെ റഷ്യൻ ആക്രമണമാണ് അതിന്റെ പശ്ചാത്തലം എങ്കിലും ആ റഷ്യൻ കാലഘട്ടത്തിലെ സാർ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലെ 6 പ്രഭുക്കന്മാരുടെ ജീവിതത്തിലൂടെയാണ് അതിന്റെ കഥ വികസിച്ചു വരുന്നത്. നെപ്പോളിയാനിക് യുദ്ധം മാത്രമല്ല, റഷ്യയുടെ പശ്ചാത്തലം, റഷ്യയുടെ സംസ്കാരം, അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതികൾ ഒക്കെ നവ്യമായ ഒരു അനുഭൂതിയായിട്ട് ടോൾസ്റ്റോയി വാർ ആൻഡ് പീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. തീർച്ചയായിട്ടും നെപ്പോളിയനെ പോലെയുള്ള ഒരു വലിയ കഥാപാത്രം അവിടെയുണ്ട്. ജനറൽ കുട്ടുസോവിനെ പോലെയുള്ള മറ്റൊരു വലിയ കഥാപാത്രം അവിടെയുണ്ട്. ഇവരൊക്കെയും അടിസ്ഥാനപരമായിട്ട് മാനുഷിക പ്രശ്നങ്ങളിലേക്ക് ചുരുങ്ങുന്ന ചില സംഭവങ്ങളും ഈ നോവൽ നമുക്ക് പ്രദാനം ചെയ്യും. മറ്റൊരു ഐതിഹാസികമായ നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ബോറിസ് പാസ്റ്റർനാക്കിന്റെ ഡോക്ടർ ഷിവാഗ തന്നെയാണ്. ആ നോവലിന്റെ രാഷ്ട്രീയ പ്രമേയത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, എങ്കിലും അതും ഐതിഹാസികമാനമുള്ള ഒന്നാണ്. 1905 തുടങ്ങുന്ന റഷ്യൻ റവല്യൂഷൻ, ആദ്യത്തെ റഷ്യൻ റവല്യൂഷൻ മുതൽ പിൽക്കാലം 17-ലെ റഷ്യൻ വിപ്ലവം, അതൊരു വ്യക്തിയെ, ഡോക്ടർ ഷിവാഗ, യൂറി ഷിവാഗ എന്ന വ്യക്തിയെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ, അദ്ദേഹവും ലാറയുമായിട്ടുള്ള ഒരു പ്രണയത്തെ, അക്കാലത്തെ റഷ്യയുടെ ജീവിതത്തെ, എങ്ങനെയാണ് റഷ്യൻ വിപ്ലവം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, എങ്ങനെയാണ് റഷ്യൻ വിപ്ലവം ജനകീയമായ രീതിയിൽ വലിയ പ്രഭുക്കന്മാരുടെ ജീവിതത്തെ മാറ്റുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ആ നോവലിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും നമ്മൾക്ക് അജ്ഞാതമായ ഒരു ഭൂഭാഗത്തേക്കുള്ള ഒരു തീർത്ഥയാത്രയായിട്ട് ആ നോവൽ മാറുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലായിടവും മനുഷ്യന്റെ ജീവൻ ഒരുപോലെയാണ് എങ്കിലും ഈ വ്യത്യസ്തതകളെ സ്വാംശീകരിക്കുക എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യന്റെ പ്രകൃതത്തിൽ ഊന്നിയാണ് ആധുനിക നോവൽ അവയുടെ രചനാ രീതികളിലേക്ക് മുന്നിട്ട് നിൽക്കുന്നത്.
വ്യക്തികളുടെ പ്രശ്നങ്ങൾ അത് എത്രമാത്രം ചെറുതായാലും ഈ വ്യക്തികളുടെ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നമാവുകയും ഒരു രാജ്യത്തിന്റെ പ്രശ്നമാവുകയും ഒരു സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് മാറുകയും അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണമായിട്ട് നോവൽ മാറുകയും ചെയ്യുന്നുണ്ട്. ആധുനിക നോവലുകളിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉത്തരം ലഭിക്കണമെന്നില്ല. വിജ്ഞാന ശാകുന്തളത്തിൽ ശാപമോക്ഷം കിട്ടുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഒരു ആധുനിക നോവൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഉത്തരത്തിന് ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള കാര്യം മാനുഷിക പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ വളരും തോറും നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല എന്നുള്ളൊരു കാര്യം കൂടി ഈ ആധുനിക നോവൽ സമ്പ്രദായം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ജെയിംസ് ഇതിഹാസത്തിന്റെ ഒരു പാരഡിയായിട്ട് അല്ലെങ്കിൽ ഇതിഹാസത്തെ ആസ്പദമാക്കിയ നോവലുകൾ വരുന്നു. ജെയിംസ് ജോയ്സസിന്റെ യുലീസസ് എന്ന നോവൽ 1922 എന്ന വർഷം ലോക സാഹിത്യത്തിൽ വിഖ്യാതമായിട്ടുള്ള ഒരുപാട് കൃതികൾ വന്നിട്ടുള്ള ഒരു വർഷമാണ്. ഈ നോവലില് അതൊരു ഗ്രീക്ക് ഇതിഹാസത്തിന്റെ ഹോമറിന്റെ ഒഡീസിയുടെ ഒരു പാരഡിയാണ്. യുലീസസ് എന്ന ക്യാരക്ടർ തന്നെ ഒഡീസിയൂസിന്റെ ഒരു ലാറ്റിൻ നെയിമാണ്, ഒരു ഇറ്റാലിയൻ നെയിമാണ്. 1904 ജൂൺ 16 ഒരൊറ്റ ദിവസത്തെ സംഭവമാണ് 1100 പേജുള്ള ആ ഒരു നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഒരൊറ്റ ദിവസത്തെ സംഭവമാണ്, പ്രധാനമായിട്ടും 3 കഥാപാത്രങ്ങളിലൂടെ. ലിയപ്പാർഡ് ബ്ലൂം, മേരി ബ്ലൂം ആൻഡ് സ്റ്റീഫൻ ഡെഡാലസ്, ഈ 3 പേരിലൂടെയാണ്. ആ ഒരു ദിവസത്തെ പിന്നീട് സാഹിത്യ പ്രേമികൾ ബ്ലൂംസ് ഡേ എന്ന പേരിൽ ആഘോഷിക്കാറുണ്ട്. ആ നോവലിലൂടെ ആ ഒരു വ്യക്തിയുടെ ആത്മസംഘർഷങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഒരു അന്വേഷണം തന്നെയാണ് ഒഡീസിയൂസിന്റെ ജീവിതത്തിലെ അന്വേഷണങ്ങൾ. അദ്ദേഹത്തിന്റെ ഭാര്യ വിട്ടുപോയിട്ട് വർഷങ്ങൾ ഒരുപാടായി. അപ്പോൾ ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ തികച്ചും വ്യക്തിപരമായ സ്വകാര്യമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എങ്കിൽ ടെലമാക്കസിന്റെ പിതൃബിംബത്തോടുള്ള ചില സംശയങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ആ നോവലിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു നോവലാണ് എങ്കിലും പുറമേ എന്നുള്ള രീതിയിലല്ല, ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ആത്മസംഘർഷങ്ങളിലേക്ക് നീങ്ങുന്ന നോവലുകളായിട്ട് ആധുനിക നോവലുകൾ മാറുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിഹാസത്തിലെ ധീര വീര നായകർക്ക് പകരമായിട്ട് സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളെയാണ് അവിടെ വരുന്നത്. ഇതിഹാസത്തിൽ വലിയ കഥാപാത്രങ്ങളുണ്ട്. അക്കിലസ് ഉണ്ട്, ഒഡീസിയസ് ഉണ്ട്, മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുണ്ട്. അവിടെ കർണനും ദുര്യോധനനും ഭീമനും ഒക്കെ ഉണ്ട്. അവരൊക്കെ വലിയ കഥാപാത്രങ്ങളായിട്ടാണ്. പക്ഷെ ആധുനിക നോവലുകളിൽ കുറെ കൂടി സങ്കീർണം ഈ കഥാപാത്രങ്ങളെയൊക്കെ അവരൊക്കെ താഴ്ന്ന സാധാരണ മനുഷ്യരായിട്ട്. രണ്ടാമൂഴം MD എഴുതുമ്പോൾ ഭീമന്റെ ആത്മസംഘർഷങ്ങളാണ് അവിടെ കൂടുതലായിട്ട് പ്രമേയമാകുന്നത്. അവിടെ ഭീമനെ ഒരു രാജകുമാരനായിട്ടൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനായിട്ടാണ്. മജ്ജയും മാംസവും രക്തവും ഒക്കെയുള്ള നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും പ്രേമവും പ്രേമഭംഗവും നിരാശയും പ്രതികാരവും എല്ലാം ചേരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അതിനെ. അങ്ങനെ വലിയ ഇതിഹാസത്തിൽ നിന്ന് നമ്മളിൽ ഉയർന്നു നിൽക്കുന്ന ജീവിതത്തെ അതിവർത്തിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് അവരെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയും അവയെ നമ്മിലുള്ള ഒരാളായിട്ട് കണക്കാക്കുകയും അങ്ങനെ നമ്മുടെ മാനുഷിക പ്രശ്നങ്ങളെ സാർവജനീനമായ സാർവലൗകിക പ്രശ്നങ്ങളായിട്ട് കൈകാര്യം ചെയ്യുകയുമാണ് ആധുനിക നോവലിൽ ചെയ്യുന്നത്. ഡോൺ ക്വിക്സോട്ട് അത് അക്കാലം സ്പെയിനിലെ ഒരു സാമൂഹിക പശ്ചാത്തലം അതാണ്. നമ്മൾ ഈ വീരസാഹസിക കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. മലയാളിക്കും ഒരു പാരമ്പര്യമുണ്ട്, വടക്കൻ പാട്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ട്, യോദ്ധാക്കളുടെ ഒരു പാരമ്പര്യമുണ്ട്. ഈ യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ അംഗം വെട്ടുക എന്നുള്ളത് കുലത്തൊഴിലായിട്ട് സ്വീകരിച്ച ആൾക്കാരുടെ ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മൾ. ചേകവന്മാരുടെയും കളരിക്കുറുപ്പന്മാരുടെയും ഒക്കെ ഒരു വലിയ പാരമ്പര്യം, ആയോധനത്തിന്റെയും ദ്വന്ദ്വയുദ്ധത്തിന്റെയും ഒക്കെ പാരമ്പര്യമുണ്ട്. ഡോൺ ക്വിക്സോട്ടിന്റെ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കൃതികൾ വളരെ വലിയ ജനങ്ങളിൽ സ്വാധീനം നേടുന്നുണ്ട്. ഈ പ്രഭുക്കന്മാര് കുതിരപ്പുറത്തേറി അക്രമത്തിനും അനീതിക്കും എതിരായിട്ടൊക്കെ വലിയ പോരാട്ടം നടത്തുന്നുണ്ട്. അങ്ങനെ അത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അത് വളരെ പ്രബലമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ആവിഷ്കരിക്കപ്പെട്ടിരുന്നത്. ഈ നൈറ്റ് എറാഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൈറ്റ് റൈഡർ എന്ന് പറയുന്നത് ആ ഒരു പ്രഭു അതൊരു സംസ്കാരമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് സാംസ്കാരികമായ ഒരു കാലഘട്ടം ഒരു കൂടിയുണ്ട്. അതായത് കുരിശുയുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം വേഴ്സസ് ക്രിസ്ത്യൻ അവർ തമ്മിലുള്ള ഒരു കാലഘട്ടത്തിൽ ജെറുസലേം മോചിപ്പിക്കാനായിട്ട് പോയിട്ടുള്ള യോദ്ധാക്കൾക്ക് അകമ്പടിയായിട്ടും സമാധാന സമയത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പ്രഭുക്കന്മാര് രാജാക്കന്മാരുടെ അനുമതിയോടുകൂടി വരികയും അവ നൈറ്റ്സ് ആയിട്ട് പ്രഭുക്കന്മാരായിട്ട് അല്ലെങ്കിൽ മാടമ്പികളായിട്ട് മാറുകയും അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില സവിശേഷ അധികാരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഒരാളാണ് അവരെ ഒരു നൈറ്റായിട്ട് അനോയിന്റ് ചെയ്യുന്നത്. വെറുതെ ഒരാൾക്കൊരു ഒരു പ്രഭുവായിട്ട് അല്ലെങ്കിൽ മാടമ്പിയായിട്ട് മാറാൻ പറ്റില്ല. വേറെ ആരെങ്കിലും ഒരാൾ അയാളെ മാടമ്പിയായിട്ട് അങ്ങനെ ചെയ്യണം. അപ്പൊ ഡോൺ ക്വിക്സോട്ട് ഈ കൃതിയെല്ലാം വായിച്ച്
താനൊരു മാടമ്പിയാണ്, ഈ സമൂഹത്തിലെ അനീതികൾക്കെതിരായിട്ട് പോരാടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. അദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ ഒരു പഴയ പടച്ചട്ടയൊക്കെ തേച്ചു മിനുക്കി പാകമാകാത്ത ഒരു തലപ്പാവ് ധരിച്ചുകൊണ്ട് റോസിനാന്റെ എന്ന ഒരു ഇടവൻ കുതിരപ്പുറത്ത് പോകുന്നുണ്ട്. കുറെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് തന്നെ ആരും പ്രഭുവായിട്ട് നിയമിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തനിക്ക് ആ ഒരു പ്രഭു അലോൺസോ കിഹാനോ എന്ന ഗ്രാമീണ കർഷകനായ ഞാൻ എങ്ങനെയാണ് ഡോൺ ക്വിക്സോട്ട് എന്ന പ്രഭുവായിട്ട് മാറുന്നത് എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചയെല്ലാം ട്വിസ്റ്റഡ് ആകുന്നുണ്ട്. മായ കാഴ്ചകളിലേക്കാണ് ഡോൺ ക്വിക്സോട്ട് പിന്നീട് മാറുന്നത്. കാരണം നേരത്തെ പറഞ്ഞ ആ വായന അദ്ദേഹത്തെ വല്ലാതെ മാറ്റിമറിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് സാധാരണ സത്രം ഒരു വലിയ ദുർഗമായിട്ടും രാജകൊട്ടാരമായിട്ടും അവിടുത്തെ ആൾക്കാരൊക്കെ രാജകുമാരന്മാരായിട്ടും പ്രഭുക്കളോട്ടൊക്കെ തോന്നും. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടുത്തെ ആ ഒരു സത്രം ഉടമസ്ഥൻ കുറെ പ്രശ്നങ്ങൾക്ക് ശേഷം എങ്ങനെയെങ്കിലും ഈ ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ പ്രഭുവായിട്ട് അഭിഷേകം ചെയ്യുകയും അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് രാത്രി സത്രത്തിൽ കഴിഞ്ഞ ആ സമയത്ത് മാരിറ്റോൺസ് എന്നൊരു സ്ത്രീ, അഭിസാരികമായിട്ടുള്ള സ്ത്രീ ഡോൺ ക്വിക്സോട്ടിനെ അദ്ദേഹത്തിന്റെ കിടക്കയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അവരെ തള്ളി മാറ്റുന്നുണ്ട്. അത് ഈ പ്രഭുക്കന്മാരുടെ ഒരു രീതിയാണ്, സ്ത്രീകളോടുള്ള അവരുടെ ഒരു ബഹുമാനം. പ്രഭു ആകുമ്പോൾ തന്റെ ഒരു ആദർശ കാമുകിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. തൊട്ടടുത്ത ഗ്രാമത്തിലെ അലോൺസോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരിക്കലും ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അത് ഈ നോവലിന്റെ ഏറ്റവും രസകരമായ സങ്കീർണമായ ഒരു രചന രീതിയാണ്. അദ്ദേഹത്തെയാണ് ഡെൽസിനിയ ഡെൽ ടൊബാസോ എന്ന പേരിലേക്ക് മാറ്റുന്നത്. ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്ന പ്രഭുവിന്റെ കാമുകിക്ക് സാധാരണ പേര് പോരാ, അങ്ങനെ ഇദ്ദേഹം തന്നെ അവർക്ക് മറ്റൊരു പേര് കൊടുക്കും. ഒരിക്കലും ആ ഒരു കഥാപാത്രം ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുതയാണ്. സാന്ദർഭികമായിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2005 ഈ നോവലിന്റെ 400ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അന്നത്തെ വെനിസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇടതുപക്ഷക്കാരനായ ഹ്യൂഗോ ഷാവേസ് ഈ കൃതിയുടെ 10 ലക്ഷം പ്രതികൾ, 10 ലക്ഷം കോപ്പികൾ എല്ലാ ജനങ്ങൾക്കുമായിട്ട് വിതരണം ചെയ്തു. അദ്ദേഹത്തിന് അതിന് കൊടുത്ത പേര് ഓപ്പറേഷൻ ദുൽസിനിയ എന്ന് തന്നെയാണ്. ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത ആ കഥാപാത്രത്തിന്റെ പേരിലാണ് അദ്ദേഹം ഏറ്റവും വലിയ ആ ഒരു കാര്യം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഈ പ്രഭുവിന്റെ അനീതികൾക്കും അക്രമത്തിനും എതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണമെന്നുള്ളതാണ്. 1605 പ്രസിദ്ധീകരിച്ച ഒരു കോമിക് നോവലായിട്ട് പ്രസിദ്ധീകരിച്ച ആ ഒരു കൃതി 21ാം നൂറ്റാണ്ടില് ഒരു സ്പാനിഷ് ഭാഷ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി തന്റെ ആദർശങ്ങൾക്കും രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കും അനുസൃതമായ രീതിയിലേക്ക് ആ നോവലിനെ മാറ്റി, അല്ലെങ്കിൽ ആ നോവലിനെ പുനർവായിക്കുന്നതിലൂടെയാണ് ഒരു കൃതി ക്ലാസിക്കായി മാറുന്ന ഒരു സംഭവമായിട്ട് മാറുന്നത്. ഡോൺ ക്വിക്സോട്ടിനെയും ഹ്യൂഗോ ഷാവേസിനെയൊക്കെ താരതമ്യം ചെയ്ത് ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. ഹ്യൂഗോ ഷാവേസിനെ തന്നെ വിളിക്കുന്നത് വെനിസ്വേലയിലെ ഡോൺ ക്വിക്സോട്ട് എന്ന രീതിയിലാണ്. കാരണം രണ്ടുപേർക്കും ഒരർത്ഥത്തില് സാദൃശ്യങ്ങൾ ഒരുപാടുണ്ട്. പ്രധാനമായിട്ടും രണ്ടുപേരും നല്ല ഒറേറ്റേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഡോൺ ക്വിക്സോട്ടിനെ ഒരിക്കലും നിങ്ങൾക്ക് വാദിച്ച് തോൽപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ നോവൽ ഒരുപാട് സംഭവങ്ങൾ അതിനെപ്പറ്റി പറയുന്നു. അദ്ദേഹം അതുപോലെ തന്നെയായിരുന്നു. നടപ്പാക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല ഭരണപരിഷ്കാരങ്ങളുമാണ് ഹ്യൂഗോ ഷാവേസ് നടപ്പാക്കിയതും. അത് തന്നെ പിന്നീട് വെനിസ്വേലയുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് കാരണമാവുകയും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമായിരുന്നു എങ്കിൽ കൂടി അത് വലിയ പട്ടിണിയിലേക്ക് മാറുകയും ചെയ്യുന്നതിന്റെ നേർക്കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. വെനിസ്വേലയിൽ ഒരുപാട് ആൾക്കാർ അഭയാർത്ഥികളായിട്ട് അമേരിക്കയിലേക്ക് പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്നതിന്റെ വലിയ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ യാഥാർത്ഥ്യവും അതിയാഥാർത്ഥ്യവും തമ്മിലുള്ള ആ ഒരു ഐഡിയലിസം ആൻഡ് റിയാലിറ്റി, ഈ രണ്ട് ലോകങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന ഒരു വലിയ രചനാ സമ്പ്രദായം ആധുനികതര നോവലുകളിൽ, പോസ്റ്റ് മോഡേൺ നോവലുകളിൽ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ 400 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഈ നോവൽ ഏറ്റവും പുതിയ നോവലായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്നു. ഇപ്പോൾ ഡിക്കൻസിന്റെ ഡേവിഡ് കോപ്പർഫീൽഡ് ആയാലും ഫ്ലോബറിന്റെ മദാം ബോവറി ആയാലും ഈ നോവലുകളിലൊക്കെ നമുക്ക് ഡോൺ ക്വിക്സോട്ടിന്റെ ചില ഛായ കാണാൻ സാധിക്കുന്നുണ്ട്. ഡോൺ ക്വിക്സോട്ട് അദ്ദേഹത്തിന്റെ സമയം കഴിച്ചു കൂട്ടുന്നത് ഇത്തരത്തിലുള്ള ധാരാളം നോവലുകൾ വായിച്ചിട്ടാണ്. മദാം ബോവറിയും അത് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ വിരസമായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാം, അവരുടെ ഒറ്റപ്പെടലുകൾ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരും ആ നോവലിനെ തന്നെയാണ് സഹായത്തിനായിട്ട് എടുക്കുന്നത്. അതുപോലെ സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട രഘുസാറിന്റെ പാതിര വൻകര എന്ന നോവലിലും ഡോൺ ക്വിക്സോട്ട് ഒരു കഥാപാത്രം ഒരു റെഫറൻസ് ആയിട്ട് വരുന്നു. അവിടെ ചിത്രഗുപ്തന്റെ മുറി എന്ന് പറയുന്ന ആ ഒരു റിസർച്ച്, ഒരു പത്രം ഓഫീസിലെ റിസർച്ച് ലൈബ്രറിയിൽ ഇരിക്കുന്ന
പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആ ഒരു വ്യക്തി, അദ്ദേഹം ഈ ഒരു നോവൽ ഒരു ലൈബ്രറി ഒരു പെൺകുട്ടിയുടെ ആ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് തപ്പിയെടുത്തു കൊടുക്കുന്നതും ഈ ഒരു നോവൽ തന്നെയാണ്. എന്തുകൊണ്ട് കൃത്യമായിട്ട് ആ ഡോൺ ക്വിക്സോട്ട് എന്ന നോവലിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ കൈ പോയി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം ലഭിക്കുന്ന ഒന്നാണ്. കാര്യം ആ ഒരു നോവലെ അത് എടുക്കാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ ഭാവി ജീവിതത്തിന്റെ ഒരു സൂചകമായിട്ട് പോലും അത് നമുക്ക് പിന്നീട് കാണാം. പുസ്തകങ്ങളാൽ ചുറ്റപ്പെട്ട, ഡോക്യുമെന്റുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരാൾ, തനിക്ക് ചുറ്റും പുസ്തകങ്ങൾ മാത്രമാണ്, ഫയലുകൾ മാത്രമാണ്. അവിടേക്ക് ഒരു മലയാള സാഹിത്യകാരന് കൊണ്ടുവരാവുന്ന ഒരു കഥാപാത്രം ഈ ഡോൺ ക്വിക്സോട്ട് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ അങ്ങനെ നിത്യജീവിതത്തിന്റെ സാധാരണ പ്രശ്നങ്ങളെ അസാധാരണമായ ഉൾക്കാഴ്ചയോടുകൂടി അവതരിപ്പിക്കുമ്പോൾ പുതിയ ഇതിഹാസം ഉണ്ടാകുന്നു. നോവല് മറ്റൊരു പുതിയ ഇതിഹാസമായിട്ട് മാറുകയും ചെയ്യുന്നു. അതിന്റെ ഇതിഹാസ ഭൂമികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഇതിലെ കഥാപാത്രങ്ങൾ എല്ലായ്പ്പോഴും മനുഷ്യരാകണമെന്ന് തന്നെയില്ല. അല്ലെങ്കിൽ നായകൻ പ്രതിനായകൻ എന്ന ഈ ദ്വന്ദ്വം എല്ലായ്പ്പോഴും കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെടണമെന്നില്ല. ഹെർമൻ മെൽവിലിന്റെ മോർബി ഡിക്കിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതൊരു ഒരു ബാഹ്യമായ അർത്ഥത്തിൽ ഒരു വെറും തിമിംഗല വേട്ടയുടെ കഥയാണ്. തിമിംഗലം എന്നുള്ളത് ഒരു മിത്തായിട്ട് ബൈബിളിലെ ജോനാടെ കഥ തൊട്ട് ഇങ്ങോട്ട് ഒരു വലിയ രീതിയിൽ മിത്തായിട്ട് വരുന്നുണ്ട്. ദൈവത്തിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടും അതുപോലെ ഒരുപാട് ദുരൂഹതകൾ ഒളിപ്പിച്ച ഒരു വലിയ ജീവിയായിട്ടും ആഴക്കടൽ മനുഷ്യന്റെ ദർശനങ്ങൾക്ക് അതീതമായിട്ട് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമൊക്കെയായിട്ടും ഈ തിമിംഗലം നോവലുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്, ഇതിഹാസങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്, കഥകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഹെർമൻ മെൽവിലിന്റെ നോവലിലെ ക്യാപ്റ്റൻ ആഹാബിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഡോൺ ക്വിക്സോട്ടിനെയും ഹാംലെറ്റിനെയും ചേർത്താണെന്ന് ഹാരോൾഡ് ബൂമിന്റെ ഒരു നിരീക്ഷണമുണ്ട്. അവിടെ ഈ മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിന്റെ രീതിയിലേക്കാണ് ക്യാപ്റ്റൻ ആഹാബും തിമിംഗലവുമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്നത്. മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തെ പറ്റിയാണ് അവിടെയും ഈ നോവൽ അതിന്റെ ഇതിഹാസ കഥനത്തിന്റെ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇനി നോവലിലെ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പല തലമുറകളായിട്ടാണ്. ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു, വലിയ ഭൂഖണ്ഡങ്ങൾ, വലിയ സ്ഥലം, ടൈം ആൻഡ് സ്പേസ് വളരെ പ്രധാനമായിട്ടാണ് ആധുനിക നോവലിൽ വരുന്നത്. ഒരു ചെറിയ കഥാപാത്രമായിട്ടാണോ, ഒരു ചെറിയ സ്ഥല മേഖലയിലായിട്ടാണോ നോവൽ വരുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. തലമുറകളോളം നീളുന്ന കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ബ്രദേഴ്സ് കരമസോവിലൊക്കെ പല തലമുറകളുടെ കഥയാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ മാർക്വേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളിലും നമ്മൾ ഗുവേന്റിയ കുടുംബത്തിന്റെ 7 തലമുറകളുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തലമുറകൾ നീളുന്ന ഒരു ആഖ്യാനത്തിലൂടെ ഒരു പ്രദേശത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പശ്ചാത്തലത്തെ കൃത്യമായ രീതിയിൽ നിർദ്ധാരണം ചെയ്യാൻ ആധുനിക നോവലുകൾക്ക് കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അതോടൊപ്പം ഇതിഹാസ പാരമ്പര്യം സംസ്കാരങ്ങളുടെ ഉയർച്ചയെയും താഴ്ചയും സൂചിപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയാണ്. നോവലിന്റെ ഘടനാപരമായ കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ നമ്മൾ നേരത്തെ ഹൈപ്പർ റിയാലിറ്റി, സിമുലേഷൻ എന്ന 2 വാക്കുകളെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. യാഥാർത്ഥ്യവും മിഥ്യയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോയിട്ട് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം വരുന്നുണ്ട്. അത് നോവലിൽ മാത്രമല്ല. നമ്മൾ ചലച്ചിത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അകിര കുറോസാവയുടെ ഡ്രീംസ് എന്നൊരു വിഖ്യാതമായ ഒരു ചലച്ചിത്രമാണ്. ആ ഡ്രീംസിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ കഥാപാത്രം സ്വപ്നത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു രീതിയിലേക്കാണ്. അതുപോലെ ദ മെട്രിക്സ് എന്നൊരു സിനിമയുണ്ട്. ആ മെട്രിക്സിലും നമ്മൾ ജീവിക്കുന്ന യഥാർത്ഥ ലോകത്താണ് എന്ന് നമ്മൾക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ ജീവിക്കുന്ന യഥാർത്ഥ ലോകത്തല്ല, അതൊരു സിമുലേറ്റഡ് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ലോകത്താണോ എന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ രാജലക്ഷ്മി മാനഴി വിവർത്തനം ചെയ്ത വ്യതിചലനങ്ങൾ എന്ന നോവലിലും ഈ ഒരു ഏറ്റവും ആധുനികമായിട്ടുള്ള നോവലിലും ഈ ഒരു കാര്യമാണ്. ഒരു വിമാനത്തിൽ കുറെ ആൾക്കാർ വരുന്നു, അവരവരുടെ വഴിക്ക് പോകുന്നു. പിന്നെയും 3-4 മാസം കഴിയുമ്പോൾ അതേ യാത്രക്കാർ അതേ വിമാനത്തിൽ വീണ്ടും വരികയും യഥാർത്ഥ ലോകം ഏതാണ്, സൃഷ്ടിക്കപ്പെട്ട ലോകം ഏതാണ് എന്നുള്ളൊരു വലിയ ചർച്ച അതിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഡോൺ ക്വിക്സോട്ടിന് സംഭവിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം അങ്ങനെ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പിന്നീട് സാഞ്ചോ പാൻസയുമായിട്ട് കുതിരപ്പുറത്ത് അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തികൾക്ക് വേണ്ടി നടന്നു പോകുമ്പോൾ കാണുന്നത് വിൻമിൽസ് ആണ്, കാറ്റാടി യന്ത്രങ്ങളാണ്. ലോക സാഹിത്യത്തിലെ ഒരു വലിയ പ്രയോഗമാണ് ടിൽറ്റിംഗ് ദ വിൻമിൽസ് എന്ന് പറയുന്നത്. കാറ്റാടി യന്ത്രങ്ങളോട് യുദ്ധം ചെയ്യുക എന്ന് പറയും.
അവിടെ ഒരു കാറ്റാടിയന്ത്രം കാണുമ്പോൾ ഡോൺ കിക്സോട്ട് പറയുന്നതാണ് എന്റെ ശത്രുക്കളാണ് അവിടെ നിൽക്കുന്നത്, ആ ശത്രുക്കളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു യോദ്ധാവെന്ന രീതിയിൽ എന്റെ ധർമ്മം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സാഞ്ച പാൻസ പറയുന്നുണ്ട്, പ്രഭു അത് രാക്ഷസന്മാരൊന്നുമില്ല, അത് സാധാരണ കാറ്റാടിയന്ത്രങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞ വീട്ടിൽ നിനക്കെന്തറിയാം, ഒരു മന്ത്രവാദി അതിനെ ഒരു രാക്ഷസരായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇത് ഡോൺ കിക്സോട്ട് ആ വിൺമില്ലുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്, കാറ്റാടിയന്ത്രമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. അതിന്റെ വലിയ കൈകൾ കടന്നു അദ്ദേഹം ബുദ്ധവുമായിട്ട് നേരെ അങ്ങോട്ട് യുദ്ധത്തിനായിട്ട് പോകുന്നു. അപകടം പറ്റി തിരിച്ചു പോരുകയും ആ ബന്ധം ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റാടിയന്ത്രങ്ങളോട് യുദ്ധം ചെയ്യുക, അതായത് വളരെ വിഡ്ഢിത്തം നിറഞ്ഞൊരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ വായന എങ്ങനെയാണ് ഒരാളെ മാറ്റിമറിക്കുന്നത് എന്നുള്ള ഒരു വലിയ കാര്യം പ്രധാനമായിട്ടുള്ളതാണ്. ഒരു നോവലിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഇന്റർടെക്സ്ച്വാലിറ്റി, ജൂലിയ ക്രിസ്റ്റോയുടെ വിഖ്യാതമായിട്ടുള്ള ഒരു തിയറിയാണ് അത്. കാര്യം നമ്മൾ ഒരു പുസ്തകവും സ്വതന്ത്രമായ ഒരു പുസ്തകമല്ല. നേരത്തെ നമ്മൾ വായിച്ച മറ്റൊരു പുസ്തകത്തിന്റെ സ്വാധീനം ഇപ്പോൾ ഇവിടെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. കാളിദാസന്റെ കൃതികളിൽ ഭാസന്റെ കൃതികളുടെ സ്വാധീനം വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വിജയമാഷ് സൂചിപ്പിച്ചു. ഏതൊരു കൃതിയായി കഴിഞ്ഞാലും നേരത്തെ ഉള്ള ഒരു കൃതിയുടെ സ്വാധീനം സ്വാഭാവികമായിട്ട് അതിനകത്തുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെ കണ്ടെത്താം, അങ്ങനെ വായിക്കാം. ഇപ്പൊ ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞൊരു കൃതി സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾക്കതിൽ കാലിബൻ വില്ലനാണ്. പ്രോസ്പെറോ എന്ന് പറയുന്ന മാന്ത്രികൻ സൈക്കോളക്സിന്റെ ദ്വീപിലേക്ക് വന്ന് അവരെ ബന്ധനസ്ഥനാക്കി അവരുടെ മകനായിട്ടുള്ള കാലിബനെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. കാലിബൻ കാണുന്ന വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അവൻ സംസാരിക്കുന്നത് വളരെ മോശമായ ഭാഷയാണ്. അവരെ കൊണ്ട് അവിടെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുന്നു, അതിനെ പരമാവധി രീതിയിൽ പീഡിപ്പിക്കുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ, കഥകളായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലെ, നല്ലവനായ ഒരു മാന്ത്രികൻ അവൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് അവനെ ശിക്ഷിക്കുന്നത്. പക്ഷെ പിൽക്കാലം വായനയുടെ ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് അറിയുന്നത് അവിടെ പ്രോസ്പെറോ വില്ലനും കാലിബൻ നായകനുമാകും. കൊളോണിയലിസത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ പോസ്റ്റ് കൊളോണിയൽ നരേറ്റീവിൽ ആ നോവൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കാലിബനാണ് അവിടെ നായകനായിട്ട് വരുന്നത്. അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ വളരെ മ്ലേച്ഛമായ ഭാഷയാണ്. കാര്യം എന്നെ ഒപ്രസ് ചെയ്യുന്ന ഒരാളോട് സംസാരിക്കാൻ ഇങ്ങനെ തന്നെ വേണം, അത് ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് വിജയമാഷ് അദ്ദേഹത്തിന്റെ അവസാന പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾക്ക് പറയാൻ നമ്മൾക്ക് ഇത്തരം ഭാഷ വേണം എന്നൊരു കാര്യം കൂടി പ്രൊഫസർ എം എൻ വിജയമാഷ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും ശുദ്ധമായ, ഏറ്റവും കാവ്യാത്മകമായ ഭാഷയാണ് കാലിബൻ സംസാരിക്കുന്നത്. ഞാൻ ആ ഭാഷ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്നെ ഒപ്രസ് ചെയ്യുന്ന ഒരാളെ ആക്രമിക്കാൻ വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവ് കാലിബനെത്തും. ഇംഗ്ലീഷ് പഠിച്ച് നമ്മൾ ബ്രിട്ടീഷുകാരോട് അതേ രീതിയിൽ പെരുമാറിയതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ വായന നമ്മൾ കുറെ കൂടി മുതിർന്നു വരുമ്പോൾ നമ്മളെ സ്വാധീനിക്കുകയും നമ്മൾ ആദ്യം കണ്ട പുസ്തകമായിട്ട് നിലനിൽക്കുന്നെങ്കിലും നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും ആ പുസ്തകം പുതിയ പുസ്തകമായിട്ട് മാറുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ക്ലാസിക് എന്ന് പറയുന്നത്. അത്തരം ക്ലാസിക്കുകളിലൂടെയുള്ള ഒരു വലിയ സഞ്ചാരമാണ് വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന ഈ ഒരു പദ്ധതി കൊണ്ട് തൃശ്ശൂർ ലിറ്റററി ഫോറം ഉദ്ദേശിക്കുന്നതും അതിന്റെ ആദ്യത്തെ അധ്യായമാണ് ഇന്നിവിടെ കഴിഞ്ഞത്. ഇനിയും നമുക്ക് ഒരുപാട് കൃതികളെ പറ്റിയും ആ കൃതികൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിച്ചതെന്നും അതെപ്പോഴും സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വരും അധ്യായങ്ങളിൽ വിശദമായിട്ട് തന്നെ സൂചിപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.